അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മഗ്ഫിർ ലനാ വറഹ്മനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പണയം, അതാണല്ലോ ചർച്ച. പണയ വസ്തു വായ്പ വാങ്ങിയ സാധനം ആകാം എന്ന് പറഞ്ഞു. അപ്പോൾ അയൽവക്കത്തുനിന്ന് വായ്പ വാങ്ങിയ ഒരു സാധനമാണ് പണയം വെച്ചിരിക്കുന്നത്. പണയത്തിൻ്റെ വലിയ സാധ്യത ഉണ്ട് കേട്ടോ. വിശ്വാസം, അമാനത്തൊക്കെ നഷ്ടപ്പെടുകയാണ്. പലരും കടം വാങ്ങും, തിരിച്ചു തരാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്കുകാരൊക്കെ പണയം സ്വീകരിക്കുന്നുണ്ടല്ലോ. പരിചയമില്ലാത്തതുകൊണ്ടാണല്ലോ ആൾക്കാരെ. പണം അടച്ചിട്ടില്ലെങ്കിൽ അവർ വിൽക്കും. അപ്പോൾ കടം കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, വലിയ പൂതി ഉണ്ടാവും. കാരണം വലിയ കൂലിയാണ്. പക്ഷേ കൊടുത്താൽ കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. പുറത്തൊക്കെ കാണുന്ന മനുഷ്യന്മാരല്ലല്ലോ അകത്ത്. അപ്പോൾ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കാൻ നമുക്ക് പറ്റും. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കത് ഉപകാരപ്പെടും. വാങ്ങുന്ന ആളോട് പറയും ചെയ്യാം, നീ എപ്പോഴാണ് നീ തിരിച്ച്, ഇങ്ങനെയും പറ്റും, ഞാൻ എപ്പോഴാണോ നിങ്ങൾക്ക് സാധനം കൊണ്ടുവരുന്നത്, എപ്പോഴാണോ നീ പൈസ കൊണ്ടുവരിക അപ്പം ഞാൻ സാധനം തരും, അങ്ങനെ പറയാം. അപ്പോൾ പെട്ടെന്ന് കടം വീട്ടാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അനന്തമായിട്ട് നീണ്ടുപോകും. ഏതായാലും പോട്ടെ. ഈ വായ്പ വാങ്ങിയ സാധനം പണയം വെച്ചെടുത്ത് ആ സാധനം നശിച്ചാൽ, പണയം വെച്ചവൻ്റെ കയ്യിൽ നിന്നാണ് നശിച്ചതെങ്കിൽ ഉത്തരവാദിയാകും. അവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും. അവന് മുസ്തഈറാണല്ലോ. ഇനി പണയം സ്വീകരിച്ചവൻ്റെ കയ്യിലാണ് നശിച്ചതെങ്കിൽ അവൻ ഉത്തരവാദിയാകൂല. കാരണം പണയം സ്വീകരിച്ച ആളെക്കുറിച്ച് നമ്മൾ അമീൻ, വിശ്വസ്തൻ എന്നാണ് പറയാം. അയാളത് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ അയാളെ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ആ സാധനം അവിടെ പണയം വെക്കാൻ നമ്മൾ തയ്യാറായത്. മാത്രമല്ല അയാൾക്ക് കൊടുക്കാനുള്ള പൈസ നമ്മളിതുവരെ കൊടുത്തിട്ടുമില്ല. പിന്നെ എങ്ങനെ അയാൾ ഉത്തരവാദിയാവുക? അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല, പിന്നെ അയാളടുത്ത് നശിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അയാൾ ഉത്തരവാദിയാവില്ല. ഇതൊക്കെ ശരിയായ പണയാകുമ്പോഴാണ്, നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള. ശരിയല്ലാത്ത പണയാണെങ്കിൽ, ഫാസിദായ പണയാണെങ്കിൽ എന്ത് ചെയ്യും? വായ്പ വാങ്ങിയ സാധനം പണയത്തിൽ സ്വീകരിച്ച ആൾ ഉത്തരവാദിയാകും. ഓക്കെ, ശ്രദ്ധിക്കാം. വലൗ തലിഫ ഫലൗ തലിഫ. അപ്പോൾ ഈ പണയം, വായ്പ വാങ്ങിയ സാധനം നശിച്ചാൽ, ഫിയദിർ റാഹിനി, പണയം വെച്ചവൻ്റെ കയ്യിൽ വെച്ച് നശിച്ചാൽ, അഥവാ പണയം വെക്കാൻ വേണ്ടി വായ്പ വാങ്ങിയതാണ്, പണയം വെച്ചിട്ടില്ല, ഇപ്പം പണയം വെക്കുന്നവൻ്റെ കയ്യിലാണ് സാധനം ഉള്ളത്, അവൻ്റെ കയ്യിൽ വെച്ച് നശിച്ചാൽ ലമീന, അവൻ റാഹിൻ ഉത്തരവാദിയാകും. യന്നഹു മുസ്തഈറുൻ, അവന് വായ്പ വാങ്ങിയവനാണ്. വായ്പ വാങ്ങിയ വ്യക്തികളൊക്കെ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോടൊരു സാധനം വായ്പ വാങ്ങുമ്പോൾ ഞാനത് സൂക്ഷിക്കാൻ ഉത്തരവാദിയാണല്ലോ. അപ്പോൾ അത് കേട് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടത് പകരം. അവൻ മുസ്തഈറാണ് അല്ലാന, ഇപ്പോൾ ഇത്തിഫാക്കൻ, തർക്കമില്ലല്ലോ. അവൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ സാധനം ഉള്ളത്, അവൻ വായ്പ വാങ്ങിയവനാണ്. ഔഫിയതിൽ മുർത്തഹിനി, ഇനി മുർത്തഹിനിൻ്റെ കയ്യിൽ വെച്ചാണ് നശിക്കുന്നതെങ്കിൽ ഫലാ ദമാന അലൈഹിമ, രണ്ടാൾക്കും ഉത്തരവാദിത്തമല്ല. രണ്ടാൾക്കും ഉത്തരവാദിത്തമല്ല, വായ്പ വാങ്ങിയ ആൾക്കും അഥവാ പണയം വെച്ച ആൾക്കും പണയം സ്വീകരിച്ച ആൾക്കും ഉത്തരവാദിത്തമല്ല. ഇതിൽ മുർത്തഹിനു അമീനുൻ, കാരണം പണയം സ്വീകരിക്കുന്നയാൾ
വിശ്വസ്തനാണല്ലോ, വിശ്വസിക്കപ്പെടേണ്ടവനാണല്ലോ. മാത്രമല്ല വലം യസ്കുത്തിൻ ഹക്കും മിൻ ദിമ്മത്തിർ റാഹിനി. അപ്പം പണയം വെച്ച ആൾ ഉത്തരവാദിയാകണ്ടേന്ന് ചോദിച്ചാൽ അയാളെങ്ങനെ ഉത്തരവാദിയാവുക? അയാളിപ്പോഴും പൈസ കൊടുക്കാണ്ടല്ലേ അയാൾക്ക്. അപ്പോൾ ഈ പൈസ അയാൾ കൊടുക്കുമ്പോഴാണ് പിന്നെ ഉത്തരവാദിയാകണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കും. വലം യസ്കുത്തിൽ ഹക്കു, ബാധ്യത ഒഴിവായിട്ടുമില്ല അൻ ദിമ്മത്തിർ റാഹിനി, പണയം വെച്ചവൻ്റെ ഉത്തരവാദിത്തത്തെ തൊട്ട് ബാധ്യത ഒഴിവായിട്ടും ഇല്ല. ഞാൻ പക്ഷേ ഞാൻ റഹന ഫാസിദൻ, അസാധുവായ രീതിയിലുള്ള പണയം ഇടപാടാണ് നടന്നത് എങ്കിൽ മീന എന്ത് ചെയ്യും? പണയം വെച്ചയാൾ ഉത്തരവാദിയാകും. മുസ്തഹിറല്ല, മുർത്തഹിനല്ല, പണയം വെച്ചയാൾ ബിത്തസ്ലീമി ഏൽപ്പിച്ചു കൊടുക്കൽ കൊണ്ട് ഈ വായ്പ വാങ്ങിയ സാധനം ഏൽപ്പിച്ചു വിട്ട കാരണത്താൽ ഉത്തരവാദിയാകും. അലാമ ഖാലുഹു ഖൈറു വാഹിദിൻ, ഒന്നിലധികം പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരം. അപ്പോൾ നമ്മൾ തുടക്കത്തിലേക്ക് വരികയാണ്. കടം തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയാണല്ലോ പണയം വെച്ചത്. അപ്പോൾ അയാൾ കടം വീട്ടിയില്ലെങ്കിലോ ഉടമസ്ഥൻ്റെ സമ്മതത്തോടു കൂടി വിൽപ്പന നടക്കാം. വൈബാഉൽ മുആറു, ഇപ്പോൾ പഴയ നമ്മൾ ചർച്ചൻ്റെ ബാക്കി തന്നെയാണ്. ഈ വായ്പ വാങ്ങപ്പെട്ട സാധനം വിൽക്കണേണ്ടി വരുമല്ലോ. ഇപ്പോൾ നമ്മൾ പണയം വെച്ചു, അയാൾ കടം വീട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പണയം വാങ്ങിയ വായ്പ മസല തന്നെയാണ്, ഞാൻ പെട്ടെന്ന് പഴച്ചു പോയതാണ്. അപ്പോൾ അയൽവക്കത്തുനിന്ന് വായ്പ വാങ്ങി പണയം വെച്ച ഈ സാധനം കടം കിട്ടിയില്ലെങ്കിൽ അയാൾ വിൽക്കൂലേ? അപ്പോൾ ഈ വായ്പ നന്നാക്കി ഈ സ്വർണ്ണമാല നഷ്ടപ്പെടൂലേ? അതിനെന്താ പരിഹാരം? അതെ, അയാൾ വിൽക്കേണ്ടി വരും. അയാളെ കടം കിട്ടാൻ അയാൾ വിൽക്കേണ്ടി വരും. അപ്പം വായ്പ എനിക്ക് ആൾക്ക് നഷ്ടം വരൂലേ? അയാൾ ഈ പണയം വെച്ച ആളോട് ആ പൈസ വാങ്ങണം. അതാണ് നിയമം. വൈബാഉൽ മുആറു, വായ്പ വാങ്ങപ്പെട്ട സാധനം വിൽക്കും. ബി മുറാജഅത്തി മാലിക്കി, ഉടമസ്ഥനോട് കൂടി ആലോചിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചുകൊണ്ടാണ് വിൽക്കുക. ഈ വായ്പ വാങ്ങപ്പെട്ട സാധനം ആണല്ലോ പണയം വെച്ചത്, അപ്പോൾ അതിന് ഉടമസ്ഥനോട് ചോദിക്കണമല്ലോ. എപ്പോഴാണ് ഇന്ദ ഹുലൂരി ദൈനി, കടം നൽകാൻ സമയമാകുന്ന സന്ദർഭത്തിൽ, കടം വീട്ടാൻ സമയമാകുന്ന സന്ദർഭത്തിൽ. അപ്പോൾ തുമ്മ എർജിയുൽ മാലിക്കും. അപ്പം ഈ വായ്പ സാധനത്തിൻ്റെ ഉടമസ്ഥൻ വിറ്റതിന് ശേഷം തിരിച്ചു വാങ്ങും. അല റാഹിനി, പണയം വെച്ചവനോട് ചോദിക്കും. ബി സമനിഹില്ലതി ബി, ഏത് സംഖ്യക്കാണോ വിറ്റത് ആ സംഖ്യ ആവശ്യപ്പെടും. ഇനി പണയത്തിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ശരിയായ പണയം, തെറ്റായ പണയം. ശരിയല്ലാത്ത ഇടപാട് നടത്തൽ ഹറാമാണ്. ശരിയായ റഹിനെ നടത്താൻ പറ്റൂ, ശരിയായ ഇജാറത്തെ ബയ്യെ നടത്താൻ പറ്റൂ. ഫാസിദായ പണയം ഒരാൾ നടത്തിയാൽ കുറ്റം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില നിബന്ധനകൾ പണയത്തെ അസാധുവാക്കുന്നുണ്ട്. പണയം വെച്ചവനോ പണയം സ്വീകരിച്ചവനോ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഷർത്ത് പറ്റില്ല. ലാ യസിഹു ബി ഷർത്തി മാ യദുറു റാഹിന അവിൽ മുർത്തഹിന. പണയം വെച്ചവനോ പണയം സ്വീകരിച്ചവനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിബന്ധനയോടുകൂടെയുള്ള പണയം സഹീഹ് അല്ല, ഇടപാട് സഹിയല്ല. ഉദാഹരണം പറഞ്ഞതുപോലെ വിൽക്കേണ്ട നേരത്ത് വിൽക്കാൻ പറ്റണം, എന്നിട്ട് തനിക്ക് കിട്ടാനുള്ള പൈസ വസൂലാക്കാൻ പറ്റണം. അപ്പോൾ എന്ത് ഷർത്ത് വെച്ചു? വിൽക്കാൻ പറ്റൂല എന്ന് ഷർത്ത് വെച്ചു. കാൻലാ യുബാ അയിൽ മറുഹൂനു, പണയം വെക്കപ്പെട്ട വസ്തു വിൽക്കാൻ പാടില്ലെന്ന് ഷർത്ത് വെക്കും പോലെ ഇന്ദൽ മഹില്ലി വക്ത ഹുലൂലിദ്ദൈനി, കടത്തിന് അവധിയാകുന്ന സന്ദർഭത്തിൽ, കടത്തിൻ്റെ അവധി വരുന്ന സന്ദർഭത്തിൽ. അല്ലെങ്കിൽ മറ്റൊരു നിബന്ധന ഇല്ലാ ബി അക്സറമിൻ സമനിൽ മിസ്ലി, സമന് മിസ്ലി ആണ് മാർക്കറ്റ് വില. ഈ മാർക്കറ്റ് വിലയേക്കാൾ അധികം വിലക്കല്ലാതെ വിൽക്കാൻ പാടില്ല എന്ന ഷർത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ സാധനം വിറ്റ് പോലല്ലോ. അതിനാണ് അക്സറുമിൻ സമനിൽ മിസ്ലി എന്നാണ്. അതുപോലെയുള്ള സാധനത്തിൻ്റെ വില,
അതിനേക്കാൾ കൂടുതൽ സംഖ്യക്കല്ലാതെ വിൽക്കരുത് എന്ന് നിബന്ധന വെക്കുക. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് കടം നൽകിയ ആൾക്ക്. മറ്റൊന്ന്, ഞാനിപ്പോൾ എൻ്റെ കാറ് പണയം വെച്ചു. ഈ കാറ് പണയം വെക്കപ്പെട്ട ആൾ ഉപയോഗിക്കുമെന്ന് ഷർത്ത് വെക്കുക. അത് പറ്റില്ല. പണയം വെക്കപ്പെട്ടത് ഉപയോഗിക്കാനല്ല, ഈ കടത്തിനുള്ള ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ്. ഒക്കെ ഷർത്തി മംഫഅത്തിഹി, പണയ വസ്തുവിൻ്റെ ഉപകാരം ഷർത്ത് വെക്കും പോലെ അല്ലെങ്കിൽ മുർത്തഹിനിൻ, പണയം സ്വീകരിച്ച വ്യക്തിക്ക്. അതുപോലെ രണ്ടുപേരും ഷർത്ത് വെക്കും പോലെ അന്ന സവായിദൽ ഹാദിസ, പണയ വസ്തുവിലുണ്ടായി പിന്നീടുണ്ടായി തീർന്ന വർധനവുകൾ, വരുമാനങ്ങൾ. ഉദാഹരണം, മരമാണ് പണയം വെച്ചതെങ്കിൽ സമരി ഷജരി, മരത്തിൻ്റെ പഴം. ഇതൊക്കെ മർഹൂനത്തുന്, അതും പണയമാണ് എന്ന്. അത് പറ്റില്ലല്ലോ. മരം പണയം വെച്ചാൽ മരേ ആവുള്ളൂ. പിന്നെ ആ മരത്തിനുണ്ടാകുന്ന തേങ്ങൊക്കെ പണയാന്ന് പറഞ്ഞാൽ ഈ തേങ്ങൊക്കെ പണയം വെച്ചാൽ അവിടേതാണല്ലോ അത്. അപ്പോൾ അത് പറ്റില്ല. ഒക്കായി യശ്രിത്ത, രണ്ടുപേരും ഷർത്ത് വെക്കും പോലെ അന്ന സവായിദൽ ഹാദിസ, പണയം വെച്ചതിന് ശേഷം പുതിയതായി ഉണ്ടായിത്തീരുന്ന വർധനവുകൾ, കസമരി ഷജരി, മരത്തിൻ്റെ പഴം പോലെയൊക്കെ, മർഹൂനത്തുൻ, അതും പണയമാണ് എന്ന ഷർത്ത് വെക്കുക. ഇങ്ങനെയുള്ള 3 രൂപങ്ങളിലും പണയം ബാത്തിലാണ്. ഫയബ്തുലു റഹ്നു ഫി സുവരി സലാസ, സൂറത്തിൻ്റെ ബഹുവചനാണ് സൂവർ. സൂറത്തിൻ്റെ ബഹുവചനാണ് സൂവർ. ഇനി എപ്പോഴാണ് പണയം ഉറക്കുക? അയാൾ വാങ്ങണം. പണയൻ്റെ സ്വർണം പണയം വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പണയം ഉറക്കുകയൊന്നുമില്ല. അയാൾ കയ്യിനടെ ഏൽപ്പിച്ചു കൊടുക്കണം. അതോടുകൂടിയാണ് ഈ നിയമങ്ങളൊക്കെ വരിക. വലാ എൽസമുർ റഹ്നു, പണയം ഉറക്കുകയില്ല. കൽ ഹിബത്തി, ഒരാൾക്ക് സംഭാവന കൊടുത്താലുള്ള ഹുക്മു പോലെ തന്നെ. ഇല്ലാ ബി ഖബദിൻ മിമ്മ മറ ഫി ഖബദിൽ മബീഇ, മബീഇനെ സ്വീകരിക്കുന്നിടത്ത് മുമ്പ് പറഞ്ഞ വിധത്തിലുള്ള സ്വീകരിക്കൽ കൊണ്ടല്ലാതെ. മബീ അങ്ങനെ സ്വീകരിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഓരോ സാധനത്തിനും ഓരോ സ്വഭാവമാണല്ലോ. വീടാണെങ്കിൽ വീട് ഒഴിഞ്ഞൊടുക്കുക, നീക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ നീക്കി കൊടുക്കുക, ഇവൻ്റെ സാധനങ്ങളൊക്കെ ഇത് മാറ്റി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ? അതാണ് മബീ ഖബദ് ചെയ്യുന്നതിൽ ബിമാ മറ, മുമ്പ് പറഞ്ഞ വിധത്തിലുള്ള ഖബദ് കൊണ്ടല്ലാതെ പണയമുറക്കുകയില്ല. അത്തരത്തിലുള്ള ഖബദാണ് ഉണ്ടാവേണ്ടത്. ബിദിനി മിന റാഹിനിൻ, റാഹിനിൽ എന്നുള്ള സമ്മതത്തോടെ, പണയം വെക്കുന്ന ആളുടെ സമ്മതത്തോടെ. എങ്ങനെയുള്ള റാഹിന്? യസിഹു തബറുഹു, അയാൾക്ക് ആ സാധനം വെറുതെ കൊടുക്കാൻ പറ്റും. വെറുതെ കൊടുക്കാൻ പറ്റുന്ന ആക്കലെ പണയം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറക്കും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കുക, പണയം അയാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ, പണയ വസ്തു ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ പണയത്തിൽ നിന്ന് പിന്മാറാം എന്നർത്ഥം. ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. പിന്മാറാമെന്ന് പറഞ്ഞാൽ അതിൽ പണയം വെക്കപ്പെട്ട സാധനം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ വിൽക്കാവുന്നതാണ്. വയഹ്സുലു റുജൂഉ അനിർ റഹ്നി, പണയത്തിൽ നിന്നുള്ള പിന്മാറ്റം ഉണ്ടാവും. ഖബല ഖബദിഹി, ആ സാധനത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പണയത്തിൽ നിന്നുള്ള പിന്മാറ്റം ഉണ്ടാകും. ബി തസറുഫിൻ യുസീലുൽ മിൽക്ക, ഉടമസ്ഥത നീക്കുന്ന വിധത്തിലുള്ള ഇടപാട് നടത്തൽ കൊണ്ട്. ഉദാഹരണത്തിൽ ഹിബത്തി, ആ സാധനം വേറെ ആൾക്ക് വെറുതെ കൊടുത്തു. വറഹിനി ലിയാഹറ, വേറൊരു വ്യക്തിക്കിൻ്റെ അടുത്ത് പണയം വെച്ചു. ഇതുകൊണ്ടൊക്കെ പണയത്തിൽ നിന്നുള്ള പിന്മാറ്റം ഉണ്ടാകും. പക്ഷേ ഇനി പറയുന്നത് കൊണ്ടുള്ള പിന്മാറ്റം ഉണ്ടാവില്ല. ഇനി പറയാവുന്ന കാരണങ്ങളെ കൊണ്ട് പണയം ഇടപാട് ദുർബലപ്പെടുകയില്ല. അതേതാ? ലാബിവത്ത് ഇൻ, ഒരടിമ സ്ത്രീയാണെങ്കിൽ സംയോഗം ചെയ്യുക. വത്തസ്വീജിൻ, ഒരടിമ സ്ത്രീയാണ് പണയം വെക്കുന്നതെങ്കിൽ അതിനെ കല്യാണം കഴിക്കുക. വമൗത്തി ആഖിദിൻ, പണയ ഇടപാട് നടത്തിയ ആൾ മരിക്കുക. വഹറബി മർഹൂനിൻ, പണയം വെക്കപ്പെട്ട വസ്തു ഓടിപ്പോവുക, ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ. ഇത്തരം കാരണങ്ങൾ കൊണ്ടൊന്നും പണയം ദുർബലപ്പെടുകയില്ല, അതിൽ നിന്നുള്ള പിന്മാറ്റം ഉണ്ടാവുകയില്ല. പണയം വെക്കപ്പെട്ട വസ്തു ആരാണ് കൈവശം വെക്കേണ്ടത്? പണയം സ്വീകരിച്ച ആൾ. എൻ്റെ ഒരു മാല അല്ലെങ്കിൽ ഒരു കാറ് ഞാൻ പണയം വെച്ചാൽ ഈ കാറ്
ആരുടെ കൈവശമാണ് ഉണ്ടാവേണ്ടത്? പണയം സ്വീകരിച്ച ആളുടേത്. കാരണം അയാളെ നമുക്ക് തന്ന കടത്തിനുള്ള ഉറപ്പിന് വേണ്ടിയല്ലേ പണയം വെച്ചത്, വാങ്ങിയത്. വല്യതു ഫിൽ മർഹൂനി, പണയവസ്തുവിലുള്ള കൈ ലിമുർത്തഹിൻ, പണയത്തിൽ സ്വീകരിച്ച ആൾക്കാണ്. ബാദലുസൂം റഹിനി, പണയം മുറച്ചതിന് ശേഷം. പണയം മുറക്കൽ കബദ് കൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ, ഗാലിബൻ മിക്കവാറും. ഇനി പണയം സ്വീകരിച്ച ആൾ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ബൈക്ക് പണയം വെച്ചു, കാറ് പണയം വെച്ചു, നിങ്ങളോട് കടം വാങ്ങി. നിങ്ങളെ കയ്യിനെ കുറിച്ച് അമാനത്തിൻ്റെ കൈ എന്നാണ് പറയുക. എനിക്ക് അയാളെ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. കാരണം അങ്ങനത്തെ വിശ്വാസമുള്ള ആളത്ത് നമ്മൾ പണയം വെക്കുന്നുള്ളൂ. അപ്പോൾ അയാൾ പറയാണ് അത് നശിച്ചു എന്നോ മറ്റോ ഒക്കെ പറഞ്ഞാൽ അയാളെ സ്വീകരിക്കണം. വഹിയ അലർ റഹിനി അമാനത്തുൻ, ഈ മുർത്തഹിൻ്റെ കൈ, അലർ റഹിനി പണയ വസ്തുവിൻ്റെ മേലിലുള്ള കൈ അമാനത്തുൻ, അമാനത്തിൻ്റെ കൈയാണ്, വിശ്വസിക്കപ്പെടേണ്ട കൈയാണ്, വിശ്വാസത്തിൻ്റെ കൈയാണ്. ഇനി ചിലപ്പം കടം വീട്ടിയിട്ടുണ്ടാവും, എന്നാൽ പോലും കടം വീട്ടിയപ്പോഴും സാധനം വാങ്ങി പോന്നിട്ടുണ്ടാവില്ല, എന്നാൽ പോലും വലോ ബാദൽ ബറാഅത്തി മിനദ്ദീനി, കടബാധ്യതയിൽ നിന്ന് മോചിതനായതിന് ശേഷം ആണെങ്കിൽ പോലും. അപ്പോൾ ഫലായതുമനുഹുൽ മുർത്തഹിനും, ആ സാധനത്തിന് നശിക്കുകയോ ചെയ്താൽ പണയം സ്വീകരിച്ച് ആൾ ഉത്തരവാദിയാകുന്നതല്ല. ഇല്ലാ ബിത്തഅദ്ദി, അയാളുടെ ഭാഗത്ത് നിയമലംഘനമുണ്ടെങ്കിലല്ലാതെ. തഅദ്ദി എന്ന് പറഞ്ഞാൽ നിയമലംഘനം, പരിധി വിടൽ, വീഴ്ച, തഅദ്ദി വീഴ്ച ഉണ്ടായാലല്ലാതെ. ഉദാഹരണം, കടം വീട്ടി എൻ്റെ മാല തരാൻ വേണ്ടി പറഞ്ഞു, അയാൾ തന്നില്ല, അന്ന് രാത്രി അത് കട്ടുണ്ടായി, ആരോ ഉത്തരവാദിയാകും. കാനിം തനഅമിനർ റദ്ദി, തിരിച്ച് നൽകാൻ വിസമ്മതിക്കും പോലെ. ബാദ സുഖൂത്തിദ്ദൈനി, കടം ഒഴിവായതിനു ശേഷം, കടം വീട്ടിയതിന് ശേഷം. ശരി, ഇത്തരം കാര്യങ്ങളൊക്കെയാണുള്ളത്. ഞാൻ പതിവ് പോലെ ഒരു വട്ടം കൂടെ നിങ്ങൾക്ക് വേണ്ടി അർത്ഥം പറയാണ്. ഫലോ തെലിഫ, പണയ സാധനം നശിച്ചാൽ, ഫിയതി റാഹിനി, പണയം വെച്ചവൻ്റെ കയ്യിൽ വായ്പ സാധനം നശിച്ചാൽ, സമിനാവൻ ഉത്തരവാദിയാകും. ലിഅന്നഹു മുസ്തഈറുൻ, അവൻ ഇപ്പോൾ വായ്പ വാങ്ങിയവനാണല്ലോ, പണയം വെച്ചിട്ടില്ലല്ലോ. ഇത്തിഫാഖൻ, അവൻ്റെ കയ്യിൽ തന്നെയാണ്, ഉത്തരവാദിയാകും എന്നതിൽ തർക്കമല്ല. ഔഫിയതിൽ മുർത്തഹിനി, ഇനി മുർത്തഹിൻ്റെ കയ്യിലാണ് നശിച്ചതെങ്കിൽ ഫലാ ദമാൻ അലൈഹിമ, രണ്ടു പേർക്കും ഉത്തരവാദിത്തമില്ല, പകരം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല. ഇതിൽ മുർത്തഹിനു അമീനുൻ, കാരണം പണയം സ്വീകരിച്ചവൻ വിശ്വസ്തനാണ്. പിന്നെയോ വലം യസ്ഖുത്തിൽ ഹഖു, ഇവൻ മുർത്തഹിന് കൊടുക്കാനുള്ള കടബാധ്യത ഒഴിവായിട്ടുമില്ല. അൻ ദിമ്മത്തി റാഹിനി, പണയം വെച്ചവൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്. അപ്പോൾ ഈ പൈസവും കൊടുക്കണമല്ലോ, കടം വീട്ടണമല്ലോ. ഞാൻ പക്ഷേ റഹന ഫാസിദൻ, അസാധുവായ രീതിയിലുള്ള പണമിടപാടാണ് നടത്തിയതെങ്കിൽ ലമീന, പണയം വെച്ചവൻ ഉത്തരവാദിയാകും. ബിത്തസ്ലീമി, വായ്പ സാധനം ഏൽപ്പിച്ചു കൊടുക്കൽ കൊണ്ട്. അലാമ ഖാലുഹു ഖൈറു വാഹിദിൻ, ഒന്നിലധികം പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരം. വയുബാഉൽ മുആറു, ഈ വായ്പ വാങ്ങി പണയം വെച്ച സാധനം വിൽക്കും. കടം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ബിമുറാജാത്തി മാലിക്കി, അതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചുകൊണ്ട്. എപ്പോഴാണ് വെക്കുക? അതിൻ്റെ ഹുലൂലിദ്ദീനി, കടം കിട്ടേണ്ട സന്ദർഭത്തിൽ, വീട്ടേണ്ട സന്ദർഭത്തിൽ, കടത്തിന് അവധിയാകുന്ന സന്ദർഭത്തിൽ. സുമേർജിയുൽ മാലിക്കും, പിന്നെ ഉടമസ്ഥൻ തിരിച്ചു വാങ്ങണം. അല റാഹിനി, പണയം വെച്ച വ്യക്തിയിൽ നിന്ന് ആവശ്യപ്പെടണം. ബിസമനിഹില്ലദീ ബിഅ, വിൽക്കപ്പെട്ട ഏതൊരു വിലക്കാണ് വിൽറ്റത് ആ വില തിരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടണം. ലായസിഹു ബി ഷർത്യമായ റാഹിന വിൽ മുർത്തഹിന, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള നിബന്ധനയോടെയുള്ള പണയം സ്വഹീഹല്ല. ഏതുപോലെ കഅല്ലാ യുബാഅ ഇൻദൽ മഹില്ലി, കടം വീട്ടാൻ സമയമാകുമ്പോൾ പണയവസ്തു വിൽക്കാൻ പാടില്ലെന്ന് ഷർത്ത് പറയും പോലെ. ഔ ഇല്ലാ ബി അക്സറ മിൻ സമനിൽ മിസ്ലി, മാർക്കറ്റ് വിലയേക്കാൾ അധിക വിലക്കല്ലാതെ വിൽക്കാൻ പാടില്ലെന്ന് നിബന്ധന പറയും പോലെ. മറ്റൊന്ന് ഒക്കെ ഷർത്തി മംഫഅതിഹി അൽ മർഹൂനിൽ മുർത്തഹിനി, പണയവസ്തുവിൻ്റെ ഉപകാരം, അതിൻ്റെ വരുമാനമൊക്കെ പണയം സ്വീകരിച്ചവനാണ് എന്ന് ഷർത്ത് വെക്കും പോലെ. അതുപോലെ മറ്റൊന്ന് വക്കാ യശ്രി ത്വാ, രണ്ടുപേരും നിബന്ധന പറയും പോലെ. അന്ന സവായിദൻ ഹാദിസ, പണയവസ്തുവിൽ ഉണ്ടാകുന്ന വർധനവുകൾ
മരത്തിൻ്റെ പഴയം പോലെയുള്ളതൊക്കെ പണയമാണ് എന്ന് പറയും പോലെ ഇത് രണ്ടു കൂട്ടർക്കും ഇതൊക്കെ പണയം വെച്ചാക്കുള്ള ബുദ്ധിമുട്ടാണല്ലോ. ഫയബത്തുൽ റഹ്നു ഫിസ്വരി സലാസ 3 അവസ്ഥയിലും പണയം ബാത്തിലാണ്. വലായൽസുമുർ റഹ്നു പണയ ഇടപാട് ഉറക്കുകയില്ല. ഹിബത്ത് പോലെ തന്നെ, ഹിബത്തിൻ്റെ പാഠത്തിൽ വേറെ പടരുന്നില്ല. ഞാൻ സംഭാവന 1000 റുപ്യ ഞാൻ സംഭാവന തരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉറക്കൂല, എനിക്ക് പിന്മാറാൻ പറ്റും. ഇല്ലാ ബി ഖബദിൻ അത് സ്വീകരിക്കൽ കൊണ്ടല്ലാതെ. ബിമാ മറഫി ഖബദിൽ മബീഅ് ഖബദ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ രീതിയിൽ സ്വീകരിക്കണം. മാത്രമല്ല ബീദിനും റാഹിനും പണയം വെച്ചവൻ്റെ സമ്മതത്തോടെ. യസിഹു തബറുഹു വെറുതെ നൽകാൻ പറ്റുന്ന റാഹിനിൻ്റെ, വെറുതെ എടുക്കാൻ പറ്റാത്ത സാധനം പണയം വെക്കാൻ പറ്റില്ലല്ലോ. വെഹസുലു റുജുഅൻ റഹിനി പണയത്തിൽ നിന്നുള്ള പിന്മാറ്റമാകും ഖബല ഖബദിഹി ഖബദ് ചെയ്യുന്നതിന് മുമ്പുള്ള പിന്മാറ്റം ഉണ്ടായിത്തീരും. തസറുഫിൻ യുസീലുൽ മിൽക്ക് ഉടമസ്ഥതയെ നീക്കുന്ന ഇടപാട് കൊണ്ട്. കൽഹിബത്തി പണയം വെക്കാൻ തീരുമാനിച്ച സാധനം സംഭാവന കൊടുത്തു. റഹിനിൻ്റെ ആഖറാണെങ്കിൽ മൂന്നാമത്തെ കക്ഷിക്ക് മറ്റൊരു വ്യക്തിക്ക് പണയം വെക്കും പോലെ. എന്നാൽ ലാബി വത്ത് സംയോഗം കൊണ്ടോ കെട്ടിക്കൽ കൊണ്ടോ ഇടപാട് നടത്തിയ റാഹിൻ്റെയോ മൃത്യുവിൻ്റെയോ മരണം കൊണ്ടോ അല്ലെങ്കിൽ പണയം വെക്കപ്പെട്ട സാധനം ഓടിപ്പോവൽ കൊണ്ടോ ഒന്നും റഹിന് പൊടിയില്ല. വല്യത് ഫിൽ മറുഹുൻ മുർത്തഹിൻ പണയവസ്തു കൈവശം വെക്കേണ്ടത് മുർത്തഹിനിൻ്റെ അവകാശമാണ്. ബാദൽ ലുസൂമിർ റഹിനി പണയം ഉറച്ചതിന് ശേഷം. ഹാരിബൻ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ്. വഹിയ അത് അല റഹിനി പണയത്തിന് മേൽ അമാനത്തുൻ വിശ്വസ്തയുടെ കൈയാണ്. പലോ ബാദൽ ബറാത്ത് മിനദ്ദീനി കടം വീട്ടിയതിന് ശേഷമാണെങ്കിൽ പോലും. ഫലായുൽമനുഹുൽ മുർത്തഹിനു അപ്പോൾ മുർത്തഹിന് ആ സാധനം നശിച്ചാൽ ഉത്തരവാദിയാവൂല. ഇല്ലാബിത്താദ്യ അവൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ഒഴികെ. വീഴ്ചക്ക് ഉദാഹരണം കാനിം തനാമിനർ റദ്ദി സാധനം തിരിച്ചു കൊടുക്കുക, ഉടമസ്ഥക്ക് കടം വാങ്ങിയാൾക്ക് തിരിച്ചു കൊടുക്കാൻ വിസമ്മതിക്കും പോലെ. ബാദ് സൂഖൂദ് ദൈനി കടബാധ്യത ഒഴിഞ്ഞതിന് ശേഷം. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.